ഒരു ഗ്രാമത്തിന്റെ മേൽവിലാസം അവിടുത്തെ പിൻകോഡാണ്. അത് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? ഇടുക്കി പുഷ്പകണ്ഠം PO പ്രവർത്തനരഹിതമായതോടെ അത് സംരക്ഷിക്കാൻ നാട്ടുകാർ ഒന്നടങ്കം രംഗത്തിറങ്ങിയ കാഴ്ചയാണ്. ഒടുവിൽ അസാധ്യമായി തോന്നിയ ദൗത്യം യാഥാർത്ഥ്യമായിരിക്കുന്നു. പണവും ശാരീരികാധ്വാനവും സ്വരൂപിച്ച് ആനക്കല്ലിലേക്ക് മാറ്റിയ തപാൽ ഓഫീസ് അവർക്ക് തിരികെ ലഭിച്ചിരിക്കുകയാണ്. 685552 എന്ന പിൻകോഡിന് സംഭവിച്ചത് ഒന്ന് കാണാം. ഇടുക്കി നെടുങ്കണ്ടത്തിന് സമീപം കാറ്റാടിപ്പാടങ്ങളോട് ചേർന്നുള്ള മനോഹര ഗ്രാമമാണ് പുഷ്പകണ്ഠം. 4.5 പതിറ്റാണ്ട് മുമ്പ് കുടിയേറി പാർത്ത മണ്ണിന്റെ മക്കൾക്ക് വേണ്ടിയാണ് 685552 എന്ന പേരിൽ പുഷ്പകണ്ഠം PO നിലവിൽ വരുന്നത്. കാലപ്പഴക്കം മൂലം കെട്ടിടം അപകടാവസ്ഥയിലാവുകയും തപാൽ ഓഫീസിന്റെ വരുമാനം കുറയുകയും ചെയ്തതോടെ തപാൽ ഓഫീസ് മറ്റൊരിടത്തേക്ക് മാറ്റി. പിന്നെ കണ്ടത് പ്രവർത്തനരഹിതമായ പിൻകോഡ് പ്രവർത്തന സജ്ജമായ കാഴ്ച. കാലപ്പഴക്കം ചെന്ന് കെട്ടിടം ഏകദേശം നാശാവസ്ഥയിലായിരുന്നു. 2 ലക്ഷം രൂപയോളം പൊതുജനങ്ങളിൽ നിന്ന് നമ്മൾ സംഭാവനയായി സ്വീകരിക്കുകയും യുദ്ധകാല അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കെട്ടിടം പുതുക്കി പണിയുകയും തിരിച്ച് നമ്മുടെ ഈ സ്ഥാപനം ഇങ്ങോട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിപ്പിക്കാനും സാധിച്ചു. PO എന്ന് പറയുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് വരെ തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പം അതുകൊണ്ടാണ് നാട്ടിലെ ആൾക്കാരെല്ലാം കൂടെ സഹകരിച്ച് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നൊരു ഇതിലായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. നാട്ടുകാരിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ സമാഹരിച്ചു. നിർമ്മാണ പ്രവർത്തികളിൽ അവർ നേരിട്ട് പങ്കാളികളായി. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന് പകരം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ ഓഫീസ് കെട്ടിടം ഉയർന്നു. ഇപ്പോൾ എല്ലാ സേവനങ്ങളും ആ നാടിന് പഴയതുപോലെ ലഭിക്കുന്നുണ്ട്. ഈ കെട്ടിടം മുഴുവൻ മൊത്തം പോയൊരവസ്ഥയിലായിരുന്നു. കാറ്റടിച്ചു കഴിഞ്ഞാൽ പറന്നു പോകുന്നൊരവസ്ഥയിലായിരുന്നു. ഇന്നും ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഓഫീസ് മാത്രമല്ല, ഒരു നാടിന്റെ അഭിമാനവും മേൽവിലാസവും കൂടിയാണ് പുഷ്പകണ്ഠം നിവാസികൾ ഐക്യത്തിന്റെ കരുത്തിൽ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.